ഇടയ്ക്ക് മുറയ്ക്ക് നമ്മളിങ്ങനെ കാണുന്നത് അപകടം. എന്തോ അപകടം? അങ്ങനെയെങ്കിലും നിന്റെ കല്യാണം മുടങ്ങുന്നെങ്കിൽ അങ്ങ് മുടങ്ങട്ടടി. കല്യാണം മുടങ്ങാനൊന്നും പോകുന്നില്ല. വീടിനകത്ത് കലഹം നടക്കും. അതാ സഹിക്കാൻ പറ്റാത്തത്. ദേ, എന്റെ അച്ഛന്റെ കാര്യം നിനക്കറിയാലോ. അമ്മയെ പോലെയല്ല. ഞങ്ങൾ മക്കളുടെ ഭാഗത്താ അച്ഛൻ കൂടുതലും നിൽക്കാറ്. ഈ ഒരു കാര്യത്തിൽ മാത്രം അച്ഛൻ വല്ലാതെ മാറിപ്പോയി. അത് നിന്റെ അച്ഛനെ കുറ്റം പറയണ്ടടി. ഇതിനു മുമ്പുള്ള അനുഭവങ്ങളാ ആ അച്ഛനെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. നീ ഇങ്ങോട്ട് കയറ്. എടാ, നിന്റെ ബൈക്കിന് പുറകെ കയറിയെന്ന് പറഞ്ഞ് ആ സിഐ എന്നെ വിളിച്ചിരുന്നു. ഭാഗ്യത്തിന് അയാൾ അതെന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നതേ അയാൾ നമ്മുടെ പിന്നാലെ ആരെയോ വിട്ടിട്ടുണ്ടെന്നാ നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടി. ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങ് ചെക്ക് ചെയ്യട്ടെ. കല്യാണാലോചന മുടങ്ങിയിട്ടും നീ എന്റെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ നീ ഞാൻ തമ്മിലുള്ള അടുപ്പ് എത്രയുണ്ടെന്ന് അയാൾ മനസ്സിലാക്കട്ടെ. എന്റെ ആദർശേട്ടനും മുത്തച്ഛനും അച്ഛനും വല്യച്ഛനും ഒക്കെ വാശി കയറി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവര് രണ്ടും കൽപ്പിച്ചൊരു പോക്കങ്ങ് പോകും. ഞാൻ ഇവളെയും കൊണ്ട് നടക്കുന്നതാണല്ലോ നിനക്കൊക്കെ പ്രശ്നം. ഇവളെയും കൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചതാ. അപ്പതേ വഴിയിൽ വെച്ച് കണ്ടു. നീയൊക്കെ എന്തിനാണ് ഞങ്ങളെ കാണുന്നേ? ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാ നീയൊക്കെ മൈക്ക് വെച്ച് എല്ലാവരും അറിയിക്കുമല്ലോ. എന്നാ പിന്നെ അറിയിക്കട്ടെ എന്ന് തന്നെ കരുതി വന്നതാ. ഇതും കൂടെ ചേർത്ത് കേസ് കൊടുക്കടി. നിരപരാധിയായ എന്റെ മുത്തശ്ശിയെ സഹിതം കോടതി കയറ്റാൻ പോയല്ലേ. അപ്പൊ പിന്നെ നിന്നെ വളർത്തി വലുതാക്കിയ ഈ പാഴിന്റെ രക്തം തിളക്കട്ടെ എന്ന് കരുതി. വേണു, തനിക്ക് ഒന്നല്ല ഒരുപാട് കേസുകളുണ്ട്. അതൊന്നും ഞാനായിട്ടുണ്ടാക്കിയതല്ല. പൈസ പലിശയ്ക്ക് വാങ്ങിച്ചിട്ട് അത് കൊടുക്കാതിരിക്കുന്നതാ തന്റെ ശൈലി. അതുകൊണ്ട് ഒരുപാട് പേര് പരാതിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാ കോടതി കയറി താൻ മടുക്കുമെന്നാ പറഞ്ഞത്. മടുത്താലും കുഴപ്പമില്ല. ഞങ്ങളിപ്പോ കൊടുത്തിരിക്കുന്ന കേസ് ഒരു കാരണവശാലും പിൻവലിക്കില്ല. കൊടുത്തത് തന്നെയാ. ആയിക്കോ, അതുകൊണ്ടാ ഇതുകൂടി ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. കാമുകനും കാമുകയും ഇപ്പൊ ഒന്നിച്ചെന്നല്ലേ ബൈക്ക് വന്നത്. ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നന്ദു എനിക്ക് സ്വന്തമാവും. ഞാൻ കെട്ടിയ താലിയും കഴുത്തിലിട്ടോണ്ട് ഞങ്ങള് രണ്ടാളും ഇതുപോലെ ചേർത്ത് പിടിച്ച് നിന്റെ മുന്നിലേക്ക് വരികയും ചെയ്യും. ആയിക്കോ, അത് വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തിരിക്കും. തന്റെ വാരിയലിന്റെ എണ്ണം കൃത്യമായിട്ട് എടുത്തവളാ ഞാൻ. അതുകൊണ്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട. എന്തായാലും നീയൊക്കെ കാണേണ്ട കാഴ്ച കണ്ടല്ലോ. അതെ അച്ഛാ, അയാളെ തിളപ്പിക്കണം. അപ്പൊ കോടതിയിൽ കേസ് വരുമ്പോ കുറച്ച് തെളിവും കൂടി അയാൾ ഉണ്ടാക്കി തരും. ഇന്ന് ഇത്രയും അഹങ്കാരത്തോടെ നമ്മുടെ മുന്നിൽ വന്ന് ഷോ കാണിക്കാൻ അവളും അവനും ധൈര്യപ്പെട്ടെങ്കിൽ. അനന്തപുരിയിലെ പയ്യൻ ജയിൽ പുള്ളിയാണെന്ന് എന്റെ സാറെ രണ്ടും കൽപ്പിച്ചാണ് രണ്ടെണ്ണം നടക്കുന്നത്. എന്റെ അടുത്തേക്ക് അവൻ അവളെയും കൂട്ടി വന്നത് ഞാൻ അതൊക്കെ സാറിനോട് പറയുന്നു കരുതിയിട്ട് തന്നെയാ. അതിന് നമ്മൾ തമ്മിൽ അടുപ്പുണ്ടെന്ന് അവനറിയോ? അതൊക്കെ അറിയായിരിക്കും സാറേ. എങ്ങനെ ഈ നിശ്ചയം മുടക്കാനാണ് അവർ നോക്കുന്നത്? അങ്ങനെ മുടങ്ങിപ്പോകുന്ന നിശ്ചയമല്ലത്. ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവള് നാളെ എന്റെ ഭാര്യ. സാറേ, ഞാൻ എനിക്ക് മനസ്സിലാകാത്തോണ്ട് ഒരു കാര്യം ചോദിക്കുക. ഒന്നും തോന്നരുത്. ഇല്ല, ഇങ്ങനെ ഒരുത്തന്റെ പിന്നാലെ പോകുന്ന ഒരുത്തിയെ തന്നെ സാറിന് ഭാര്യയായിട്ട് വേണോ? വേണു ചേട്ടാ, എന്റെ ചരിത്രവും അത്ര നല്ല ഒന്നുമല്ല. അപ്പൊ അത് പറ. അങ്ങനെ എന്തോ കുഴപ്പം സാറിനുണ്ടെന്ന് എനിക്ക് തോന്നി.